എല്ലാവർക്കും ഓണം സ്പെഷ്യൽ എപ്പിസോഡ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ സീരീസിൻ്റെ 9ാമത്തെ ദിവസമാണ് ഇന്ന്. ഞാൻ ഷെയർ ചെയ്യുന്ന റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ സദ്യയിലെ മറ്റൊരു പ്രധാന ഐറ്റമായ അവിയലിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അവിയലിന് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന കഷ്ണങ്ങളെന്ന് പറയുന്നത് കുമ്പളങ്ങ, ചേന, പടവലങ്ങ, മുരിങ്ങക്കോല്, ഇത്രയും ഐറ്റംസാണ് ഞാൻ അവിയൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ വളരെ കുറച്ച് മാത്രം വെള്ളവും കൂടെ ചേർത്ത ശേഷം നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. ഈ കഷ്ണങ്ങൾ വെന്ത് വരാൻ വെക്കുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ വളരെ കുറച്ച് മുളക് പൊടിയും ഒരു കളറിന് വേണ്ടി മാത്രം നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ ഇതിനകത്ത് പിന്നീട് പച്ചമുളക് അരച്ച് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് മുളക് പൊടി വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് വെന്ത് വരാനായിട്ട് വയ്ക്കാം. പിന്നെ വേവിക്കുന്ന സമയത്ത് ഈ കഷ്ണങ്ങൾ ഓവറായിട്ട് വെന്ത് കുഴഞ്ഞു പോവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. കുഴഞ്ഞു പോകുന്ന ആ ഒരു ടൈം വരെ നിങ്ങൾ വേവിക്കരുത്. കുറച്ച് കഷ്ണങ്ങളൊന്ന് കടിക്കുന്ന രീതിയിൽ വേണം നമുക്ക് അവിയലിൻ്റെ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതൊന്നിരുന്ന് വെന്ത് വരട്ടെ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അരയ്ക്കെല്ലാം ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ കുറച്ച് ജീരകവും പിന്നെ ഒരു 3-4 പച്ചമുളകും ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ അവിയലിൽ പുളിക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വാളൻ പുളിയാണ്. തൈരും ചേർക്കാറുണ്ട്, പക്ഷേ ഞാനിവിടെ വാളൻ പുളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വാളൻ പുളി നേരത്തെ തന്നെ കുറച്ചൊന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കുക. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കുതിർന്ന് കിട്ടും. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ ജ്യൂസ് പിഴിഞ്ഞെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. ഇപ്പോഴത്തേ നമ്മുടെ അവിയലിൻ്റെ കഷ്ണത്തിലെ വെള്ളമൊക്കെ വറ്റി ഏകദേശം അതൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. പക്ഷെ കുറച്ചും കൂടെ ഒന്ന് വേകണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പുളി വെള്ളം ഉണ്ടല്ലോ, പുളി നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടില്ലേ, അത് പുളി ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ ആ ജ്യൂസ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ പുളി വെള്ളത്തിൽ കിടന്നിട്ടാണ് ഇനി ബാക്കി ഈ കഷ്ണങ്ങൾ വെന്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ആ പുളി വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പുളി വെള്ളത്തിൽ കിടന്ന കഷ്ണങ്ങൾ ബാക്കി വേകാനുള്ളതും കൂടെ വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ. അതുവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അതേ വെള്ളമൊക്കെ വറ്റി കഷ്ണങ്ങൾ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് അടച്ച് വയ്ക്കാം ഒരു 5 മിനിറ്റ്. കാരണം നമ്മുടെ ആ പച്ചമുളകിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ ഒരു പച്ച ചുവയുണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് മാറുന്നവരെ നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം. ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ തേങ്ങ അവിയലിൻ്റെ എല്ലാ കഷ്ണത്തിലേക്കും എത്തുന്ന രീതിയിൽ നമുക്ക് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ കുറച്ച് കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ദേ നമ്മുടെ അവിയൽ റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. കഷ്ണങ്ങളൊന്ന് വെന്ത് വരുന്ന സമയം മാത്രമേ ഈ ഒരു അവിയൽ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ. പിന്നെ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള റെസിപ്പീസിലെ പോലെ ഇതിനകത്ത് ഉള്ളിയോ വെളുത്തുള്ളിയോ അങ്ങനെയുള്ള ഒരു ഐറ്റവും ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റാണ്. നമ്മൾ ഉള്ളിയോ വെളുത്തുള്ളിയോ ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത്തവണ ഓണത്തിന് ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിലൊന്ന് അവിയൽ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ.